നമസ്കാരം. കടുവായെ കിടുവ പിടിച്ചു എന്ന് പറഞ്ഞ പോലുള്ള പരിപാടിയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ പ്രചരിപ്പിക്കപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നടൻ സംവിധായകൻ ശ്രീ പൃഥ്വിരാജിനെ കുറിച്ചാണ്. അദ്ദേഹം ലൂസിഫർ 3 എടുക്കുന്നു. അത് ഇന്ത്യയിലെ ഏറ്റവും ചെലവ് കൂടിയ സിനിമയായിരിക്കും. അതിൽ അണ്ടർ വാട്ടർ സീനുകൾ, ഫൈറ്റ് രംഗങ്ങളുണ്ട്. അതുപോലെ ഒരുപാട് ലോക പ്രശസ്തരായ അഭിനേതാക്കൾ ആ ചിത്രത്തിൽ ഉണ്ടായിരിക്കും തുടങ്ങിയ ഒരുപടി വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ നെറ്റ്വർക്കായ പെഫാക്റ്റോയിലൂടെ ഇത് വ്യാജ വാർത്തയാണ് എന്ന് ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ രസം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ മുഖ്യധാര മാധ്യമങ്ങളിലും അതുപോലെ തന്നെ മുഖ്യധാര ഓൺലൈൻ പത്രങ്ങളിലും കാണുന്ന പ്രധാനപ്പെട്ട ഒരു പങ്ക്തിയാണ് ഫാക്ട് ചെക്ക്. അതായത് നാം കണ്ടിട്ടുള്ള പല വാർത്തകളും അതിന്റെ നിജസ്ഥിതി പരിശോധിച്ച് ഇത് ഫേക്ക് ന്യൂസ് ആണ് എന്ന് പറയുന്ന ഒരു കലാപരിപാടിയാണ് ഈ ഫാക്ട് ചെക്ക് എന്നുള്ളത് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇത്തരം ഫാക്ട് ചെക്കുകൾ നടത്തുന്ന മുഖ്യധാര മാധ്യമങ്ങൾ തന്നെ യാതൊരു തത്വദീക്ഷയുമില്ലാതെ അല്ലെങ്കിൽ ഒരു ഡബിൾ ചെക്ക് ചെയ്യാതെ ഈ രാജുവിന്റെ ഈ വാർത്തയെപ്പറ്റി വാർത്തകൾ കൊടുത്തു എന്നുള്ളതാണ് സങ്കടകരമായ വസ്തുത. സമൂഹ മാധ്യമങ്ങളിൽ ഈ മോണിറ്റൈസേഷൻ വന്നതിന് ശേഷമാണ് ഒരുപാട് വാർത്തകൾ ആളുകളെ ആകർഷിക്കുന്ന തരത്തിലുള്ള വാർത്തകളും വ്യാജ വാർത്തകളും ഒക്കെ പ്രചരിക്കപ്പെടുന്നത്. അതിനെ തടയിടാൻ നമ്മുടെ നിയമം ഒരു പരിധിവരെ അനുവദിക്കുന്നില്ല, അതവിടെ നിൽക്കട്ടെ. പക്ഷേ മുഖ്യധാര മാധ്യമങ്ങൾ എവിടെയോ കണ്ട ഒരു വാർത്തയുടെ ചൂട് പിടിച്ചുകൊണ്ട് ഇത്തരം വാർത്തകളുടെ നിജസ്ഥിതി പരിശോധിക്കാതെ ഇടുക എന്ന് പറയുന്നത് സങ്കടകരമായ കാര്യമാണ്. ഇത്തരം പ്രവണതകൾക്ക് ഒരു അറുതി ഉണ്ടാവേണ്ടതാണ്. ഇനി മുതലെങ്കിലും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ കുറെ കൂടെ ജാഗ്രത പാലിച്ചുകൊണ്ട് സിനിമാ താരങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ പറ്റിയൊക്കെയുള്ള വാർത്തകൾക്ക് പ്രാധാന്യം ലഭിക്കുന്നതായതുകൊണ്ട് തന്നെ അവയിൽ ഒരു പടി കൂടെ ജാഗ്രതയോടുകൂടി വാർത്തകൾ കൈകാര്യം ചെയ്യണം എന്നൊരു അപേക്ഷയോടെ ഇന്നത്തെ വർത്തമാനം നിർത്തുന്നു. നന്ദി, നമസ്കാരം.